ആണ്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയോടും മറ്റ് സംഘടിത വിഭാഗീയ നയങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന സമീപനം നാം സ്വീകരിക്കുന്നത്. ഈ രാഷ്ട്രീയ സുന്ദരമാർഗത്തിന്റെ വികസനക്ഷേമ മൂല്യം എത്രത്തോളം വലുതാണെന്ന് നന്നായി തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. 2. സംസ്ഥാനത്തിന്റെ വികസന ധനനയങ്ങളെ രൂപപ്പെടുത്തുന്ന രണ്ടാമത്തെ പരിഗണന ലോകമെമ്പാടും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും സാഹചര്യമാണ്. പരിസ്ഥിതി പ്രതിസന്ധി ആഭ്യന്തരവും ബാഹ്യവുമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ആഭ്യന്തര കാരണങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിടാനും നാം സദാ സന്നദ്ധമായിരിക്കും. 3. ജനസംഖ്യാ പരിണാമത്തിന്റെ സമകാലിക ഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നതിന്റെയും പ്രായമായവരുടെ അനുപാതം വലിയ തോതിൽ വർദ്ധിക്കുന്നതിന്റെയും വികസന പ്രത്യാഘാതങ്ങൾ കൂടുതൽ ഗൌരവത്തോടെ കാണേണ്ടതുണ്ട്. ഇതോടൊപ്പം കേരളത്തിൽ നിന്നും പുറത്തേക്കും അകത്തേക്കുമുള്ള കുടിയേറ്റത്തെ ഭാവിയിൽ എങ്ങനെ കാണണമെന്ന പ്രശ്നമുണ്ട്. 4. ഏറ്റവും ഉയർന്ന തോതിൽ നഗരവൽക്കരണം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നഗരങ്ങൾക്ക് നാടിന്റെ വികസനത്തിന്റെ എഞ്ചിനായി മാറാൻ കഴിയും. എന്നാൽ അതിവേഗ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ വികസന വണ്ടിയുടെ വഴിമുടക്കാനും നഗരങ്ങൾക്ക് കഴിയും. 5. പശ്ചാത്തല മേഖലയിൽ അഭൂതപൂർവമായ വികസനമാണ് ലോകമെമ്പാടും സംഭവിക്കുന്നത്. പക്ഷേ പശ്ചാത്തല മേഖലയിലെ കുതിപ്പിനെ അതിവേഗ വളർച്ചയായി മാറ്റാൻ നിർണായകമായ തുടർ നടപടികൾ ആവശ്യമാണ്. 6. ആഗോള ശാക്തിക മണ്ഡലത്തിലും രാഷ്ട്രീയത്തിലും സമ്പദ്ഘടനയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഒരു യുഗസംക്രമണത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങൾ ഒരേ സമയം വലിയ വെല്ലുവിളികളും ഒപ്പം പുതിയ അവസരങ്ങളും തുറന്നു തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ രംഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും അതിനോട് അക്കാഡമിക് സമൂഹത്തിന്റെയും യുവ സംരംഭകരുടെയും പ്രതികരണവും ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. 7. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളുടെ കുത്തൊഴുക്കിൽ ഒരു വിപരീത പ്രത്യാഘാതം അരികുവൽക്കരണവും അസമത്വത്തിന്റെ വളർച്ചയുമാണ്. യഥാർത്ഥത്തിൽ ലോകമാകെ അസമത്വം പെരുകുകയാണ്. ഈ അപകടം മുന്നിൽ കണ്ട് പരിഹരിക്കാൻ സംസ്ഥാനത്തിന് കഴിയണം. കേരളം അതിന്റെ വികസിത മൂല്യങ്ങളായി കരുതുന്ന സാമൂഹ്യനീതിക്കും സാമൂഹ്യക്ഷേമത്തിനും ഒരു ക്ഷീണവും സംഭവിക്കാതെ നോക്കണം. എല്ലാ വികസനവും ആത്യന്തികമായി മനുഷ്യനന്മയ്ക്കാവണം എന്ന തത്വം വിസ്മരിക്കപ്പെടരുത്. സർ, പരിസ്ഥിതിയും ദുരന്ത പരിഹാരവും. സർ, 2025 കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. 2024 ജൂലൈ 30-നുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ 254 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 44 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2007 വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവനം മാർഗമില്ലാതാവുകയും ചെയ്തു. ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഏകദേശം 1202 കോടിയാണ്. പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും നിശ്ചയവുമായ സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും. സർ, CMDRF, SDMA, കേന്ദ്ര ഗതാഗത പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും. അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ കവചം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി ഡിസാസ്റ്റർ പ്രിപ്പയർനെസിന്റെ മേഖലയിൽ കേരളം പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സർ, കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാലാവസ്ഥാ മാറ്റത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. ഏത് സ്ഥലത്തും എന്തുമാവാവുന്ന അനാരോഗ്യകരമായ സമീപനമാണ് നിർഭാഗ്യവശാൽ നാം പൊതുവെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. എവിടെ എന്തൊക്കെയാവാം, എന്തൊക്കെ പാടില്ല എന്നത് ശാസ്ത്രീയമായി നിശ്ചയിച്ചുകൊണ്ടുള്ള സ്ഥലമാന ആസൂത്രണത്തിന് സ്പാഷ്യൽ പ്ലാനിംഗ് ഇനി മുതൽ കേരളം ഉയർന്ന പരിഗണന നൽകും. 15ാം പഞ്ചവത്സര പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ വിപുലമായ പങ്കാളിത്തത്തോടുകൂടി ഒരു ജനകീയ വികസന പഠന സംവാദ യജ്ഞം ഏറ്റെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അടുത്ത 5 വർഷത്തേക്ക് ഹ്രസ്വകാലാടിസ്ഥാനത്തിലും 25 വർഷത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിലും കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. വികസന പഠനങ്ങളിലും അവയെ ആധാരമാക്കി നടത്തുന്ന ജനകീയ സംവാദങ്ങളിലും സംസ്ഥാനത്തെ അക്കാഡമിക് സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പ്രാദേശിക ഗവൺമെന്റുകൾ, ബഹുജന പ്രസ്ഥാനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കും. സർ, ഓരോ മേഖലയിലും പുരോഗതി സർക്കാർ ഏജൻസികൾ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ശരാശരി 10 ലക്ഷം രൂപ വീതം നൽകുന്ന 50 ഗവേഷണ പ്രൊജക്ടുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് നൽകും. സ്ഥിതിവിവരങ്ങളും ഇതര തെളിവുകളും സഹിതം തയ്യാറാക്കുന്ന പ്രബന്ധങ്ങൾക്ക് പാരിതോഷികം നൽകും. സർ, 2001 കേരളത്തിലെ നഗര ജനസംഖ്യയുടെ അനുപാതം 25.96%. 2011 അത് 47.72% ഉയർന്നു.
2031 ആവുമ്പോഴേക്കും കേരളത്തിന്റെ ജനസംഖ്യയിൽ 70% നഗരവാസികളായിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. നഗരവൽക്കരണത്തിന്റെ വേഗത ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. സർ, മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനായാൽ നഗരവൽക്കരണത്തെയും സാമ്പത്തിക വളർച്ചയെയും സമന്വയിപ്പിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാനാവും. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളം ഒരു അർബൻ കമ്മീഷനെ നിയമിച്ചത്. വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അർബൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കും. നഗരമേഖലയുടെ സവിശേഷ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ രൂപീകരിച്ച അർബൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പരിപാടികൾ തയ്യാറാക്കും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കും. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ്. ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യം വൈകാതെ സാക്ഷാത്കരിക്കാൻ കഴിയും. സർ, ജനകീയാസൂത്രണത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കുകയും അത് നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യണം. അതോടൊപ്പം പോരായ്മകളും പരിഹരിക്കണം. ഉൽപാദന മേഖലയിലും തൊഴിലവസര സൃഷ്ടിയിലുമാണ് ആഗ്രഹിച്ച പുരോഗതി ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. കൃഷി, വ്യവസായം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളും പ്രാദേശിക സർക്കാരുകളും ചേർന്ന് ഈ പോരായ്മ പരിഹരിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സംരംഭക വർഷം പരിപാടിയുടെ ഭാഗമായി വ്യവസായ വകുപ്പിന്റെ സഹായത്തോടുകൂടി താഴെത്തട്ടിൽ സംഘടിപ്പിച്ച സംരംഭക സഭ ഇതിന് ഉദാഹരണമാണ്. ജനസംഖ്യാ പരിണാമം. സർ, 2024 കേരളത്തിൽ 3.48 ലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. 2014 ഇത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുമ്പ് 6 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ജനിച്ചിരുന്ന സ്ഥാനത്താണ് ഈ വലിയ കുറവുണ്ടായിരിക്കുന്നത്. സർ, ജനസംഖ്യാ പരിണാമവുമായി കൂട്ടിച്ചേർത്ത് വേണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഉള്ള കുടിയേറ്റത്തെയും കാണാൻ. എല്ലാത്തരം പ്രവാസത്തെയും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തേണ്ടതുണ്ട്. കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന തൊഴിലാളികളുടെ അഭാവം അനുഭവപ്പെടുമ്പോൾ കേരളീയർ വിദേശത്തൊട്ടും മെച്ചപ്പെട്ടതല്ലാത്ത സാഹചര്യത്തിൽ പണിയെടുക്കുന്ന സ്ഥിതിയുണ്ട്. പ്രവാസം ഒട്ടേറെ പേർക്ക് വലിയ നഷ്ടക്കച്ചവടമായി തീരുന്ന അനുഭവമുണ്ട്. വിദേശത്തെ തൊഴിൽ കമ്പോളത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാതുള്ള കുടിയേറ്റമാണ് ഇതിന് കാരണം. വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലും ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. 2024 കണക്കുകളനുസരിച്ച് പ്രവാസികൾ അയക്കുന്ന റെമിറ്റൻസിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം ഒന്നാമതാണ്. 21% കേരളത്തിലേക്ക് പ്രവാസികളാണ് സംഭാവന ചെയ്യുന്നത്. സർ, ലോക കേരള കേന്ദ്രം. സർ, പ്രവാസികളുടെ നാടുമായിട്ടുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. ലോക കേരള കേന്ദ്രത്തിൽ ഇതിനായി കേരളത്തിന്റെ ഒരു പരിച്ഛേദം ഒരുക്കണം എന്നതാണ് നിർദ്ദേശം. കേരളീയ ഭക്ഷണവിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഫുഡ് കോർട്ടുകൾ, നാടൻ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനശാലകൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, സമീപ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ടൂർ പാക്കേജുകൾ തുടങ്ങി ലോക കേരള കേന്ദ്രത്തിൽ ലഭ്യമാകണം. കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. പ്രവാസി സംഘടനകൾക്ക് അവരുടെ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി നാട്ടിലേക്ക് വിനോദസഞ്ചാര പരിപാടികൾ സംഘടിപ്പിക്കാം. സർ, ഇതിന് പ്രത്യേകമായ ഇൻസെന്റീവ് അനുവദിക്കും. വാടകയ്ക്ക് നൽകാൻ, സ്വന്തമായി പാർപ്പിടം വാങ്ങാനും തയ്യാറെങ്കിൽ വാടകയ്ക്ക് നൽകാനും പ്രായമായവർക്കും അസിസ്റ്റഡ് ലിവിംഗ് സൗകര്യം ഒരുക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും. ഈ പദ്ധതിക്ക് പ്രാഥമികമായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പശ്ചാത്തല മേഖല.